സർവേശ്വരായ നമഃ. എല്ലാ നന്മകളുടെയും ഉറവിടമായ സർവേശ്വരനെ നമിച്ചുകൊണ്ട് 1599 ഉദയംപേരൂർ സൂനകദോസ് കേരള നവോത്ഥാനത്തിന്റെ മൂലക്കല്ല് എന്ന വിഷയത്തിൽ നാം നടത്തുന്ന ചരിത്രാന്വേഷണത്തിന്റെ 11ാം എപ്പിസോഡിലേക്ക് ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ സൂനകദോസിനുള്ള കളമൊരുക്കിയ ട്രെൻഡ് കൗൺസിലിന്റെ നടത്തിപ്പിനും വിജയത്തിനും അതിന്റെ കാനൂനുകളും നിശ്ചയങ്ങളും ഇതര സഭാ സമൂഹങ്ങളിലേക്കും എത്തിക്കുന്നതിനായും പരിശ്രമിച്ച സഭാ സംവിധാനങ്ങൾ, വിശുദ്ധ ജന്മങ്ങൾ എന്നിത്യാദികളെ സംബന്ധിച്ച വിശകലനത്തിന്റെ 4ാം ഭാഗത്തേക്ക്, അതായത് അതിന്റെ അവസാന ഭാഗത്തേക്ക് കടക്കട്ടെ. 1566 മുതൽ 1622 വരെ ഈ ലോകത്ത് ജീവിച്ചിരുന്ന വിശുദ്ധ ഫ്രാൻസിസ് ദി സാലസിലേക്കാണ് നാം കടക്കുക. 1602 മുതൽ 1622 വരെ ജനീവയിലെ മെത്രാനായിരുന്ന വിശുദ്ധ ഫ്രാൻസിസ് ദി സാലസ് അല്ലെങ്കിൽ ഫ്രാൻസിസ് ദി സെയിൽസ് ന്റെ ജനനം 1566 ഓഗസ്റ്റ് 21 തോറൻസ് എന്ന സ്ഥലത്തായിരുന്നു. തോറൻസ് എന്ന സ്ഥലത്തെ സാവോയ് എന്നും അറിയപ്പെട്ടിരുന്നു. 1593 വൈദിക പട്ടം സ്വീകരിച്ച ഇദ്ദേഹം ആദ്യമായി സേവനം ചെയ്തത് ഒരു കാൽവനിസ്റ്റ് ഇടവകയിൽ ആയിരുന്നു. വിശുദ്ധി പ്രസംഗിക്കുന്ന ഒരു അപ്പോസ്തോലനായി രംഗപ്രവേശം ചെയ്ത അദ്ദേഹം അവസാനം വരെ അങ്ങനെ തന്നെ തുടരുകയുണ്ടായതായി ചരിത്രം സാക്ഷിക്കുന്നുണ്ട്. കോപം കൊണ്ടെന്നതിനേക്കാൾ കൂടുതൽ ആത്മാക്കളെ ശാന്തത കൊണ്ട് നേടിയെടുക്കാമെന്ന് വിശ്വസിച്ചിരുന്ന അദ്ദേഹത്തോട് ഒരിക്കൽ ഒരാൾ പറഞ്ഞു, ഫ്രാൻസിസ് ഓഫ് സെയിൽസ് സ്വർഗത്തിലേക്ക് പോകും, എന്നാൽ ജനീവയിലെ മെത്രാന്റെ കാര്യം ഉറപ്പു പറയുക എനിക്ക് സാധ്യമല്ല. ശാന്തനായ മെത്രാൻ വഞ്ചിതനാകും. ഇത് കേട്ട ഫ്രാൻസിസ് പ്രതിവചിച്ചത് ഇപ്രകാരമാണ്: കാർക്കശ്യം കൊണ്ട് എന്നതിനേക്കാൾ ശാന്തത കൊണ്ട് വരുന്ന തെറ്റിന് ഉത്തരം പറയുകയാണ് എനിക്ക് എളുപ്പം. ദൈവം സ്നേഹമല്ലേ? പിതാവായ ദൈവം കാരുണ്യവാനായ ഒരു പിതാവാണ്. പുത്രനായ ദൈവം കുഞ്ഞാടാണ്. പരിശുദ്ധാത്മാവായ ദൈവം പ്രാവാണ്, അതായത് ശാന്തത തന്നെ. ഫ്രഞ്ച് സാഹിത്യകാരന്മാരിൽ സമുന്നത സ്ഥാനം അലങ്കരിച്ചിരുന്ന ഫ്രാൻസിസ് ദി സാലസിന്റെ കൃതികളിൽ ഏറെ ജനപ്രീതി നേടിയത് ഇൻട്രൊഡക്ഷൻ ടു ദി ഡിവോട്ട് ലൈഫ്, ഇത് 1608 പ്രസിദ്ധീകരിച്ചത്. ട്രീറ്റീസ് ഓൺ ദ ലവ് ഓഫ് ഗോഡ് 1616 പ്രസിദ്ധീകരിച്ചത് എന്നിവയാണ്. ഭക്തിമാർഗ പ്രവേശിക, സ്നേഹത്തെപ്പറ്റിയുള്ള ഉപദേശങ്ങൾ എന്നീ പേരുകളിൽ ഈ പുസ്തകങ്ങൾ മലയാളത്തിലേക്ക് മൊഴിമാറ്റം ചെയ്തിട്ടുള്ളതായും കാണുന്നു. വിശുദ്ധ ജെയിൻ ഫ്രാൻസിസ് ചന്താളിന്റെ സഹകരണത്തോടെ ഫ്രാൻസിസ് ദി സാലസ് 1610 സ്ഥാപിച്ച കോൺഗ്രിഗേഷൻ ഓഫ് ദി വിസിറ്റേഷൻ എന്ന വിസിറ്റേഷൻ സഭ അദ്ദേഹത്തിന്റെ വിശുദ്ധിക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ട് സജീവമായി ഇന്നും നിലനിൽക്കുന്നതായി കാണുന്നു. നിത്യമായ പ്രസന്നതയും ശാന്തതയും കൈമുതലായി ഉണ്ടായിരുന്ന അദ്ദേഹം സൗമ്യശീലനായ വിശുദ്ധൻ, അതായത് ജെന്റിൽ സെയിന്റ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പ്രൊട്ടസ്റ്റന്റ് വിശ്വാസികളെ കത്തോലിക്ക വിശ്വാസത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിനും ആധ്യാത്മിക ക്രമങ്ങൾ രൂപീകരിക്കുന്നതിനും ഏറെ പ്രയത്നങ്ങൾ നടത്തിയ അദ്ദേഹം 1622 ഡിസംബർ 28 ദിവംഗതനായി. വേദ പാരംഗതൻ എന്നാണ് ഈ വിശുദ്ധൻ സഭയിൽ അറിയപ്പെടുക. ഇനി നാം പോകുന്നത് 1576 മുതൽ 1660 വരെ
ഈ ലോകത്ത് ജീവിച്ചിരുന്ന വിശുദ്ധ വിൻസെന്റ് ഡി പോളിന്റെ ചരിത്രത്തിലേക്കാണ്. 1600 ഒരു കത്തോലിക്ക വൈദികനായി ദൈവസ്നേഹത്തിന്റെ ജ്വലിക്കുന്ന പ്രതീകമായിട്ട് മാറിയ വിശുദ്ധ വിൻസെന്റ് ഡി പോൾ ജനിച്ചത് ഫ്രാൻസിയിലെ പിറനീസ് പർവ്വതത്തിന് സമീപമുള്ള പൂയി എന്ന ഗ്രാമത്തിൽ 1576 ഏപ്രിൽ 24 അല്പകാലം ടുണീഷ്യയിൽ അടിമയായി കഴിഞ്ഞ വിശുദ്ധൻ ദൈവവരപ്രസാദത്താൽ അല്ലെങ്കിൽ ഞാൻ ആരോടും പടവെട്ടുന്ന ഒരു പ്രകൃതത്തിന് ഉടമയായി തീരുമായിരുന്നു എന്നാണ് പറയുമായിരുന്നത്. കർദിനാൾ ബെറൂലെ സ്ഥാപിച്ച ഓറട്ടറി ഓഫ് ജീസസ് എന്ന സംഘത്തിലായിരിക്കെ ഗോണ്ടി പ്രഭുവിയുടെ പ്രോത്സാഹനത്താൽ 1626 മിഷൻ കോൺഗ്രിഗേഷൻ രൂപീകരിച്ച വിൻസെന്റ് ഡി പോള് 1632 പ്രിയോറി ഓഫ് സെയിന്റ് ലസാറെ ഫോർ ദി സൊസൈറ്റി ഓഫ് ദി മിഷൻസ് എന്ന സംഘടനയ്ക്കും രൂപം കൊടുത്തു. സെമിനാരികളുടെ ചുമതല, വൈദികാർത്ഥികളുടെ ശിക്ഷണം, നഴ്സുമാരുടെ പരിശീലനം, അനാഥ ശിശുക്കളുടെ പരിപാലനം ആദിയായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തിയ അദ്ദേഹം ധനിക സ്ത്രീകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് കോൺഫ്രട്ടേണിറ്റി ഓഫ് ചാരിറ്റി, സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റി എന്നിത്യാദി പല സംഘടനകളും സ്ഥാപിക്കുകയുണ്ടായതായി ചരിത്രം രേഖപ്പെടുത്തുന്നു. 1660 സെപ്റ്റംബർ 27 നിത്യസ്വസ്ഥതയിൽ പ്രവേശിച്ച ഇദ്ദേഹത്തെ 1737 ക്ലെമന്റ് 12 പാപ്പ വിശുദ്ധനായും ലയോ 13 പാപ്പ എല്ലാ പരസ്നേഹ പ്രവർത്തനങ്ങളുടെയും മധ്യസ്ഥനായും പ്രഖ്യാപിച്ചു. സഹോദര സ്നേഹത്തെ ഹനിക്കുന്ന അസൂയ വർജിക്കണമെന്ന് സർവരോടും അഭ്യർത്ഥിച്ച വിശുദ്ധ വിൻസെന്റ് ഡി പോളിനെ നിരീശ്വരവാദികൾ പോലും പ്രകീർത്തിക്കുന്നുണ്ട് എന്നതും ഇദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായാണ് ഫ്രെഡറിക് ഓസാന സെന്റ് വിൻസെന്റ് ഡി പോൾ സൊസൈറ്റി എന്ന പ്രസ്ഥാനത്തിന് രൂപം കൊടുത്തത് എന്നതും സ്മരണീയമത്രേ. ട്രെന്റ് കൗൺസിൽ നിശ്ചയങ്ങൾ പ്രചാരത്തിൽ വരുത്തുന്നതിന് വിശുദ്ധനും വിശുദ്ധൻ രൂപം കൊടുത്ത പ്രസ്ഥാനങ്ങളും ഏറെ യത്നിച്ചിരുന്നതായി ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. പ്രിയരെ, ഈ ഭാഗം ഇതോടെ അവസാനിക്കുകയാണ്. അടുത്ത ഭാഗം അടുത്ത ആഴ്ച നമുക്ക് പരിചിന്തനം ചെയ്യാം. നന്ദി, നമസ്കാരം.